ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇഗ്നോയുടെ ഫ്രഷ് അഡ്മിഷനും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. റീ രജിസ്ട്രേഷൻ എന്തിനാ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇയർ വൈസ് ആയിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള ഒരു രജിസ്ട്രേഷനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഇയറിലുള്ള എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നെക്സ്റ്റ് സെമ്മിലേക്കുള്ള ഒരു രജിസ്ട്രേഷനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇഗ്നോ ഇയർലി 2 തവണ അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ റീ രജിസ്ട്രേഷനും 2 തവണയായിട്ടാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഒരു ജൂൺ സെഷനും അതുപോലെ തന്നെ ഡിസംബർ ജാനുവരി സെഷനുമായിട്ടാണ് ഇഗ്നോ റീ രജിസ്ട്രേഷനും അഡ്മിഷനും എടുക്കുന്നത്. കോഴ്സ് തുടങ്ങി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തവർക്കും അതുപോലെ തന്നെ സെമസ്റ്റർ ബേസ് ആണെങ്കിൽ 6 മന്ത് കഴിഞ്ഞവർക്കുമാണ് ഈ ഒരു റീ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത്. അവരെടുത്തതിന് ശേഷം അവർക്ക് ആ ഒരു വർഷത്തെ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അല്ലാത്തവർക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ 2024 ജൂൺ ജൂലൈ റീ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് 2024 ജൂൺ 30 ആയിരുന്നു. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂലൈ 15 വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതിയും അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റ് ഫീ ആയിട്ടുള്ള പൈസയോട് കൂടി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, റീ രജിസ്ട്രേഷൻ ടൈമായി പക്ഷേ ഞാൻ ഈ തവണ എക്സാം എഴുതുന്നില്ല അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല, ഫസ്റ്റ് ഇയറിലെ എക്സാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എക്സാം അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ സ്കിപ്പ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. സാധാരണയായി PG പ്രോഗ്രാമിലുണ്ടാകുന്നത് 2 വർഷമാണ്. മിനിമം 2 വർഷം കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇയേഴ്സ് വരെ നമുക്ക് ഇതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്. അതുപോലെ UG പ്രോഗ്രാം ആണെങ്കിൽ മിനിമം 3 വർഷം കൊണ്ട് നമുക്ക് UG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഇയേഴ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വർഷം വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പം വരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ 2 തവണയാണ് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം വരുന്നത്. നെക്സ്റ്റ് 6 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലൊരു വിഭാഗക്കാരുണ്ട്, അതായത് അവർക്ക് ലാബ് എക്സാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് പോലെയുള്ള എക്സാമുകളുള്ള സബ്ജക്റ്റാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ സ്കിപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം MAPC പോലെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് നീളാനുള്ള ഇതിൻ്റെ റിസൾട്ട് വരികയും കുറേ ലേറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് MAPC ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇയർ എക്സാമുകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സെക്കൻഡ് ഇയറും സ്റ്റാർട്ട് ചെയ്ത് അതിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിനെ അടുപ്പിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും ഇതുപോലെ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരാൻ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. ഇത് നമ്മുടെ കോഴ്സ് കംപ്ലീഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ടൈം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആവുന്നത് ആ ടൈം നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ ഒരുപാട് ഡിലേ എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനും ഒരുപാട് ടൈം എടുക്കും. പിന്നെയുള്ള ഒരു കൂട്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇയർ വൈസാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ജൂണിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ജൂണിലേക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ റീ രജിസ്ട്രേഷൻ ഈ വർഷം തന്നെ എന്തായാലും ചെയ്തു തീർക്കണം. പിന്നെ ഇതുപോലെ ലാസ്റ്റ് ടൈമിലേക്ക് വെക്കുന്നവർക്ക് ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു തെറ്റാണ്, അഥവാ ഒരു എക്സാമിന് ഫെയിൽ ആവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഗ്രാം ഫുള്ള് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും.
ഒരു സബ്ജക്റ്റിന് തോറ്റാൽ തന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാം ഫുള്ള് നഷ്ടമാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ലാസ്റ്റ് ഡ്യൂറേഷൻ വരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പായിട്ട് തന്നെ റീ രജിസ്ട്രേഷനും ചെയ്ത് എക്സാമും എഴുതേണ്ടതാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുത്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോഴ്സ് കംപ്ലീഷനെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സാം എഴുതിയില്ല എന്ന് കരുതി നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഡിലേ ചെയ്യാതിരിക്കുക. കാരണം ബുക്സ് വരാനും നല്ല ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ ആലോചിച്ച് നിങ്ങളുടെ ലാസ്റ്റ് ഡ്യൂറേഷന് മുമ്പ് തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ എക്സാമുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.